നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. പ്രവാസി എന്നൊരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. മുരളി ഗൾഫിലേക്ക് ആദ്യമായി വണ്ടി കയറുമ്പോൾ മകൾക്ക് 1 വയസ്സ് പ്രായം മാത്രമാണ് ഉണ്ടായിരുന്നത്. മകളുടെ കയ്യിൽ ഒരു ചെറിയ കളിപ്പാട്ടം അന്ന് ഉണ്ടായിരുന്നു. അച്ഛൻ പോയി വരുമ്പോൾ വേറെ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചിട്ടായിരുന്നു അന്നത്തെ അയാളുടെ യാത്ര. ഓരോ യാത്രയും ഓരോ കണക്കുകൂട്ടലുകളിൽ ആയിരുന്നു. പൊരിയുന്ന വെയിലത്ത് നിന്ന് കഷ്ടപ്പാടുള്ള ജോലിയിലായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങളിൽ മാത്രമായിരുന്നു മനസ്സിനുറപ്പ്. നീണ്ട വർഷങ്ങൾ, ബങ്കറിൽ ഉള്ള കിടപ്പ്, കലപില ശബ്ദങ്ങൾക്കിടയിലുള്ള മുറിഞ്ഞുള്ള ഉറക്കം, മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലും എണ്ണമയമുള്ള ഭക്ഷണത്തിലും ഒറ്റപ്പെട്ട ഉറക്കമില്ലാത്ത രാത്രികളിലും അയാളുടെ മനസ്സിൽ ഒരൊറ്റ ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹത്തോടെ ചിരിക്കുന്ന ഭാര്യയും കളിച്ചു വളരുന്ന മകളും. അവിടുത്തെ ജീവിതം മുരളിയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു. നാട്ടിലായിരുന്നപ്പോൾ കൂട്ടുകാരുമൊത്ത് ക്ലബ്ബിൽ വളരെ സജീവമായിരുന്നു മുരളി. അയാൾ നല്ലൊരു ബാസ്കറ്റ്ബോൾ കളിക്കാരനുമായിരുന്നു. ശാരീരികവും മാനസികവുമായ ഒരു സന്തോഷങ്ങൾക്കും സമയം ചിലവഴിക്കാനൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല. നമ്മുടെ കടങ്ങളെല്ലാം തീർക്കണം, മകളെ നല്ല സ്കൂളിൽ ചേർക്കണം, അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങി നൽകണം എന്ന് ഭാര്യ ഫോണിലൂടെ സ്നേഹത്തോടെ പറയും. അത് കേൾക്കുമ്പോൾ അയാളുടെ കഷ്ടപ്പാടുകളെല്ലാം മറക്കും. വിയർപ്പിൻ്റെ ഓരോ തുള്ളിയും അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണെന്ന് അയാൾ വിശ്വസിച്ചു. തൻ്റെ മടക്കത്തിനായി കാത്തിരിക്കുന്ന ഒരു കുടുംബം തനിക്കുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഏതൊരാളെക്കാളും ഭാഗ്യവാൻ താൻ ആണ് എന്ന് അയാൾ വിശ്വസിച്ചു. അതായിരുന്നു മുരളിയുടെ സമാധാനവും. 2-3 വർഷം കൂടുമ്പോൾ വല്ലപ്പോഴും മാത്രമായിരുന്നു വീട്ടിലേക്കുള്ള വരവ്. 1 മാസത്തെ അവധിക്ക് വന്നു കഴിഞ്ഞ് പോകാൻ നേരം ഉള്ളിൽ വേദന. വീട്ടിൽ വന്നതേ ഉള്ളൂ എന്ന തോന്നൽ, പെട്ടെന്ന് അവധി തീർന്നു പോയതിലുള്ള ദുഃഖം, അവിടെ തിരിച്ചു ചെന്നുള്ള കഷ്ടപ്പാടിനെക്കുറിച്ചുള്ള ഭയം, ആശങ്ക എല്ലാം അയാളെ അലട്ടിയിരുന്നു. അങ്ങനെ 12 വർഷം പെട്ടെന്ന് പറന്നുപോയി. അതിനിടയിൽ കയ്യിലെണ്ണാവുന്ന വരവ് മാത്രമേ നാട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. വഴിച്ചിലവ് കൂടി കളയാതെ സ്വരൂപിച്ചു. കൂടാതെ ഓവർ ടൈം ചെയ്തും അവധിക്കാലത്തു കൂടി ജോലി ചെയ്തും പണമുണ്ടാക്കി. അത്യാവശ്യത്തിന് മാത്രം ചിലവിട്ടു. ആഗ്രഹങ്ങളെല്ലാം തന്നിൽ തന്നെ അയാൾ കുഴിച്ചു മൂടി. ഒടുവിൽ ഒരുവിധം കാശായപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. ഭാര്യയെ വിളിച്ചപ്പോൾ വിവരം പറഞ്ഞു. ഇനിയും വയ്യ, ഒറ്റയ്ക്ക് മടുത്തു, ഇനി ഉള്ളത് വെച്ച് നമുക്ക് ജീവിക്കാം. അടുത്ത ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തു. എന്തെങ്കിലും പ്രത്യേകിച്ച് വാങ്ങണോ എന്നെല്ലാം അയാൾ ചോദിച്ചു. എങ്ങും തൊടാതെയുള്ള മറുപടിയായിരുന്നു അവളുടേത്. തിരിച്ച് നാട്ടിലേക്കുള്ള വിമാനം കയറുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു അഭിമാനവും സന്തോഷവുമായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും തന്നെ സ്വീകരിക്കുന്നത് എന്ന് മുരളി ആലോചിച്ചു. വീട്ടിലേക്ക് പോകാനായി ടാക്സിയിലിരുന്ന് അയാൾ ഓരോന്നോർത്തിരുന്നു. ഓരോരുത്തർക്കും സർപ്രൈസുകൾ കൊടുക്കണം, അവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കണം. ഒരുപാട് വിശേഷങ്ങളും കഥകളും പറയാനുണ്ട്. മുരളിയുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലായിരുന്നു. പക്ഷേ ടാക്സിയിൽ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ആ സന്തോഷം ഒരു നിമിഷം നിലച്ചുപോയി. വീടിന് വല്ലാത്തൊരു നിശബ്ദത. ഉമ്മറപ്പടിയിൽ ആരും ഇല്ല. സ്ഥിരം വയ്ക്കുന്ന ഇടത്തു നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്നു. വീട് ശൂന്യമായിരിക്കുന്നു. അവിടെ പഴയ ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും ചിതറിയ അലകൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അടുക്കളയിലെ പാത്രങ്ങൾ പോലും കഴുകി വെച്ചിട്ടില്ല. എല്ലാം അലങ്കോലമായി കിടക്കുന്നു. ആകെ ഒരു ഭീകരമായ ശൂന്യത. ഒരു നിമിഷം അയാൾ തളർന്നുപോയി. അവരെവിടെ പോയി? എൻ്റെ വരവ് അവർ മറന്നോ? പുറത്തിറങ്ങി അയൽക്കാരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കി. അവരുടെ കണ്ണുകളിലെ ദയനീയഭാവം അയാളുടെ നെഞ്ചിടിപ്പ് കൂട്ടി. മുരളി, അവരിപ്പോൾ ഈ വീട്ടിലല്ല താമസം. അവർ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഒരാഴ്ചയായി അവർ ഇവിടെ നിന്ന് പോയിട്ട്. അർത്ഥോക്തിയിൽ അവർ പറഞ്ഞു നിർത്തി. ക്ഷീണിതനായ അയാൾ കൊണ്ടുവന്ന ബാഗുകൾ ഓരോന്നായി അകത്തേക്ക് എടുത്തു വെച്ചു. പിന്നീട് അറിഞ്ഞ സത്യം ഒരു ഇടിത്തീ പോലെയായിരുന്നു. താൻ അവിടെ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം കൊണ്ട് ഇവിടെ ജീവിച്ചിരുന്നവർ ഇന്ന് മറ്റൊരാളോടൊപ്പം പുതിയ ജീവിതം തുടങ്ങിയിരിക്കുന്നു. ഭാര്യയും എൻ്റെ മോളും മറ്റൊരു വീട്ടിൽ മറ്റൊരാളോടൊപ്പം. അയാൾ സോഫയിലേക്ക് തളർന്നു വീണു. 12 വർഷം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആർക്കു വേണ്ടിയായിരുന്നു? എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് എന്ത് വിലയാണുള്ളത്? എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ബലികഴിച്ചതിന് എന്തർത്ഥമാണുള്ളത്? ഒരു പ്രവാസിയുടെ മടക്കം പലപ്പോഴും വിജയാഘോഷമാണ്. പക്ഷേ എൻ്റെ മടക്കം അതെൻ്റെ സ്വപ്നങ്ങളുടെ അന്ത്യമായിരുന്നു.
ജീവന് തുല്യം സ്നേഹിച്ച് ഞാൻ വിശ്വസിച്ചവർ എന്നെ ചതിച്ചു. അവർ എൻ്റെ നിസ്വാർത്ഥ സ്നേഹവും കരുതലും അധ്വാനവും കഷ്ടപ്പാടും ഒന്നും തിരിച്ചറിഞ്ഞില്ല. അവർക്ക് നിഷേധിക്കപ്പെട്ട ജീവിത മൂല്യങ്ങൾ ഞാനും ത്യജിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം അവർ സൗകര്യപൂർവ്വം മറന്നു. ആ ത്യാഗങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു എന്നും അവൾ ഓർത്തില്ല. എല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നു. ഈ നിമിഷം മുതൽ ഞാനൊരു പ്രവാസിയല്ല, സ്വന്തം നാട്ടിൽ ഒറ്റപ്പെട്ട ഒരു അപരിചിതനാണ്. അയാളുടെ ചിന്തകൾ കാടുകയറി. സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ കിടന്നെപ്പോഴോ അറിയാതെ മയങ്ങിപ്പോയി. പെട്ടെന്ന് ഞെട്ടലോടെ ഉണർന്നു. വെറുതെ കുറച്ചു നേരം കൂടി ചിന്തിച്ചു കിടന്നു. പിന്നെ എന്തോ ചിന്തിച്ചുറപ്പിച്ച പോലെ പതുക്കെ എഴുന്നേറ്റ് അയാൾ മുഖം കഴുകി. കഥ എങ്ങനെയുണ്ട്? ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.